അധ്യായം 10. ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അശ്വിൻ സിദ്ധാർത്ഥിന്റെ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ് അമ്മയെയും അച്ഛനെയും നിസ്സഹായനായി നോക്കി. ഗീത നല്ല ദേഷ്യത്തിലാണ് സിദ്ധാർത്ഥിനെ നോക്കിയത്. അത് അവന് കുഞ്ഞുണ്ടെന്നായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ തന്നോട് കള്ളമാണോ പറയുന്നതെന്ന സംശയം കൊണ്ടായിരുന്നു. സിദ്ധു, നീ അമ്മയോട് പറമോനെ, ആര് കുട്ടി? അമ്മേ, അത് ഞാൻ വിശദമായി പിന്നീട് പറയാം. ഇപ്പോൾ ഓഫീസ് ടൈമിലാണ്. ഇമാതിരി സ്റ്റോപ്പ്. സിദ്ധാർത്ഥ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അശ്വിന്റെ മുന്നിൽ വെച്ച് വീണ്ടും ഞാൻ നിന്റെ ഡാഡി അല്ലെന്ന് പറയാൻ ആ സമയം സിദ്ധാർത്ഥിന് അല്പം ബുദ്ധിമുട്ട് തോന്നി. ഇത് ലൂസ് ടോക്ക് ആണോ? ഈ കുഞ്ഞ് നിന്നെ അച്ഛ എന്ന് വിളിക്കുന്നു, പക്ഷെ നീ അത് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഗീത ചോദിച്ചു. അമ്മക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. സിദ്ധു, ഇത് ചെറിയ കാര്യമല്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെന്നിട്ട് ഉണ്ടെങ്കിൽ തുറന്നു പറ, വിശ്വനാഥൻ ചോദിച്ചു. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. മോനെ, പറയടാ, ഇത് നിന്റെ മോനാണോ? ഗീത വീണ്ടും ചോദിച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ അശ്വിനെ നോക്കി. അശ്വിൻ കൗതുകത്തോടെ ചോദിച്ചു, ഡാഡി, ഇതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണോ? അശ്വിൻ നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേട്ടു. ഗീതയും വിശ്വനാഥനും ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചു. കുഞ്ഞിന്റെ പേരെന്താ? ഗീത സ്നേഹത്തോടെ അവരിൽ തടവിക്കൊണ്ട് ചോദിച്ചു. അശ്വിൻ. എന്റെ അമ്മ എന്നെ അച്ഛനെ വിളിക്കുന്നത്, അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. ആഹാ, മോന്റെ അമ്മ എവിടാ? വിശ്വനാഥൻ ചോദിച്ചു. എന്റെ അമ്മയെ ആരോ പിടിച്ചുകൊണ്ട് പോയി. ഡാഡി പോയി രക്ഷിക്കുമല്ലോ. അത് കേട്ട് ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ്, ഈ കുഞ്ഞ് നീ അതിന്റെ അച്ഛനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിൽ എന്തെങ്കിലും കാര്യം കാണില്ലേ? ഗീത ചോദിച്ചു. ഇനിയും അത് സമ്മതിച്ചു കൊടുത്താൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ സിദ്ധാർത്ഥ് തുറന്നു പറഞ്ഞു. എന്റെ അമ്മയെ, ഇതെന്റെ കുഞ്ഞല്ല. ഇവൻ ആദ്യമായി കണ്ടപ്പോൾ മുതൽ എന്നെ ഡാഡി എന്നാണോ വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഇതുവരെ ബോധത്തോടുകൂടി ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി അഥവാ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കാതിരിക്കുമോ? സിദ്ധാർത്ഥ് കള്ളം പറയുന്നവനല്ല, അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വനാഥനും ഗീതയ്ക്കും തോന്നി. അവർ സിദ്ധാർത്ഥിനോട് പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അശ്വിൻ അപ്പോഴും ഗീതയുടെ മടിയിലുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖം വാടിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ബോധത്തോടെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ സിദ്ധാർത്ഥിന് 5 വർഷം മുമ്പ് അബോധാവസ്ഥയിൽ ഒരു പെണ്ണിനോടൊപ്പം കഴിഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് വന്നു. അവൻ പെട്ടെന്ന് അശ്വിനോട് ചോദിച്ചു. അച്ഛൻ, മോൻ എത്ര വയസ്സുണ്ട്? അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിന്റെ നേർക്ക് 4 വയസ്സ് അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ഇനിയൊരു പക്ഷേ അവൻ തന്റെ മകനാണെന്നും അവൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി നീലിമയാണെന്നും അവൻ ചിന്തിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. ഡിസംബർ 5, അശ്വിൻ പറഞ്ഞു. അത് കേട്ടതോടെ സിദ്ധാർത്ഥ് കണക്ക് കൂട്ടി. അല്ല, അശ്വിൻ തന്റെ മകനല്ല, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. പക്ഷേ നീലിമ മാസം തികയാതെയാണ് അവനെ പ്രസവിച്ചതെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. സിദ്ധു, ഈ കുഞ്ഞിന് നിന്റെ മുഖച്ഛായ ഉണ്ട്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി പറഞ്ഞു. അത് എന്താണെന്ന് അറിയില്ല അമ്മേ. അല്ല, ഇവന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ? വിശ്വനാഥൻ ചോദിച്ചു. ഞാൻ ആളെ വിട്ടിട്ടുണ്ട്, എന്നാലും പാവം കുഞ്ഞ് അവന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും, ഗീത പറഞ്ഞു. ഗീത അവന്റെ കവിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അശ്വിന്റെ മുഖത്തേക്ക് സിദ്ധാർത്ഥ് ഒന്നുകൂടെ നോക്കി. തന്റെ മുഖത്തോട് ആ കുഞ്ഞു മുഖത്തിന് സാമ്യമുണ്ടെന്ന് അവനും തോന്നി. സിദ്ധാർത്ഥ്, എന്തായാലും നീ എന്റെ അമ്മയെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇവൻ എന്തായാലും ഓഫീസിൽ ഇരുത്തണ്ട, ഞങ്ങളുടെ കൂടെ പോരട്ടെ? സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഗീത പറഞ്ഞു. അച്ഛൻ, മോൻ മുത്തശ്ശന്റെയും കൂടെ പോക്കോ. ഞാൻ ജോലി തീർത്തിട്ട് വേഗം അമ്മയും കൂട്ടി വരാട്ടോ. സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥിന് ചില ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് ദിവസം മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അശ്വിൻ അത് കേട്ട് തലയാട്ടി. അപ്പോഴേക്ക് സിദ്ധാർത്ഥിന്റെ അമ്മ ഗീത കൗതുകത്തോടെ സിദ്ധാർത്ഥിനെ നോക്കുകയായിരുന്നു. അവൻ അത്ര സൗമ്യമായിട്ട് മറ്റൊരാളോട് സംസാരിക്കുന്നത് മുൻപ് അവർ കണ്ടിട്ടില്ലായിരുന്നു. പിറ്റേന്ന് നീലിമയെ പൂട്ടിയ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ വാസുദേവൻ അയച്ച ആളായിരുന്നു അത്. നീലിമയ്ക്ക് തല ഉയർത്തി നോക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. വാസുദേവൻ അയച്ച ആൾ നീലിമയെ അവിടെ നിന്നും ഹോട്ടൽ ബ്ലൂ ലഗോണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടു ചെന്നാക്കി. നീലിമ തളർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി. ആ മുറിയിൽ എങ്ങാനും സുധാകരൻ ഉണ്ടോ എന്നാണ് നീലിമയുടെ പേടി. അച്ഛനോ അവളെ അയാൾക്ക് കാഴ്ചവെക്കാനും മടിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആ മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. അപ്പോഴാണ് മുറി തുറന്നു ഒരാൾ അകത്തേക്ക് വരുന്നത്. അതൊരു സ്ത്രീ ആയിരുന്നു. നീലിമയല്ലേ? ആ സ്ത്രീ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. ഞാൻ കുട്ടിയെ ഒരുക്കാൻ വേണ്ടി വന്നതാ. ഒരുക്കാൻ ഇന്നെന്റെ കല്യാണമൊന്നുമില്ല. അതൊന്നും എനിക്കറിയില്ല. എന്റെ ജോലി എനിക്ക് ചെയ്തേ പറ്റൂ. ആ സ്ത്രീ അല്പം കടുപ്പമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. ഒരുങ്ങാൻ സമ്മതിച്ചെന്നില്ലെങ്കിൽ ബലം പിടിക്കുമെന്ന് ആ സ്വരത്തിലുണ്ടായിരുന്നു. നീലിമയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഒരുവിധം നല്ല വസ്ത്രവും ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആ സ്ത്രീ മുറിയിൽ നിന്ന് പോയി. നീലിമ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു തന്റെ പുതിയ വേഷത്തിലേക്ക് നോക്കി. അല്പം മുമ്പ് വരെ മുഷിഞ്ഞ വേഷത്തിലുണ്ടായിരുന്നു നീലിമയായിരുന്നില്ല. അപ്പോൾ അവൾ നീല നിറമുള്ള ഗൗണിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു. സ്വന്തം മോനെ അന്വേഷിച്ചു പോകുന്ന നേരത്ത് എന്നെ അവരൊക്കെ കൂടി കോമാളിയായി ഒരുക്കി നിർത്തിയിരിക്കുന്നു. നിനക്കിത് തടയാൻ പോലും സാധിക്കുന്നില്ലല്ലോ നീലിമ. നീലിമ കണ്ണാടിയിൽ പ്രതിബിംബം നോക്കി ഉച്ചത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വാസുദേവൻ അയച്ച മറ്റൊരു അനുയായി അവിടേക്ക് വന്നു. ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചിന്തയിൽ നീലിമ അയാൾക്കൊപ്പം ഹോളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു ടേബിളിൽ വാസുദേവനും സുധാകരനും സംസാരിക്കുകയായിരുന്നു. നീലിമയെ കണ്ടവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ വാസുദേവൻ പറഞ്ഞു, ദാ വന്നല്ലോ. നീലിമ അത് കേട്ട് പുച്ഛത്തോടെ അയാളെ രൂക്ഷമായി നോക്കി. കേട്ട മോളെ, സുധാകരൻ നിന്നെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു, വാസുദേവൻ പറഞ്ഞു. ആണോ അങ്കിൾ? നീലിമ അയാളെ പരിഹസിച്ചു. വാസുദേവന് അവൾ സുധാകരൻ മേനോനെ കളിയാക്കിയതാണെന്ന് മനസ്സിലായിരുന്നു. എടോ വാസുദേവ, ഞാനൊരു സത്യം പറഞ്ഞ തന്നെ സുഖിപ്പിക്കുവാനെന്ന് വിചാരിക്കരുത്. തന്റെ മക്കളൊക്കെ വളരെ മിടുക്കുകളും കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി ഇവിടെ തന്നെ. എന്താ ഒരു ശരീരപടിവ്? സുധാകരൻ മേനോൻ നീലിമയുടെ ശരീരം അടികൂടി നോക്കി ഒരു വഷളം ചിരിയോടെ പറഞ്ഞു. അത് കേട്ടാൽ
ഏതൊരച്ഛനും അവിടെ നിന്നും അയാൾ അടിച്ചിറക്കുമായിരുന്നു. പക്ഷേ വാസുദേവൻ അത് ചെയ്തില്ല. അയാൾ അതൊരു പ്രശംസ പോലെ ചിരിച്ചു സ്വീകരിച്ചു. ഇവൾക്ക് ഇവളുടെ അമ്മയുടെ ചായ. അല്ല, ഈ കൊച്ചിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ? സുധാകരൻ മേനോൻ ചോദിച്ചു. അത് കേട്ട് വാസുദേവൻ കലിയോടെ നീലിമയെ നോക്കി. അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നിയാൽ സുധാകരൻ മേനോൻ വീണ്ടും പിണങ്ങി പോകുമെന്ന് തോന്നി വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് അവളും ഞാനും ഇന്നൊരു ചെറിയ വഴക്കുണ്ടായി. അതിന്റെ പണക്കത്തിലാ. പിന്നെ ഇവള് വലിയ ഭാഷക്കാരിയാണ് കേട്ടോ സുധാകര. താൻ കുറച്ച് പാടുപെടും. അതൊന്നും സാറില്ലടോ. പാടുപെട്ടാലെന്താ? കൊച്ചു രാജകുമാരി പോലെയല്ലേ. ഇവൾക്ക് വേണ്ടി ഞാൻ കുറച്ച് പാടുപെടാൻ തന്നെ തീരുമാനിച്ചു. സുധാകരൻ മേനോൻ നീലിമയുടെ ശരീരം നോക്കിയാണത് പറഞ്ഞത്. നീലിമയ്ക്ക് അത് കണ്ടപ്പോൾ അറപ്പ് തോന്നി. അവൾ നിൽക്കുന്നതിന്റെ എതിരെ ഒരു ടേബിളിൽ സിദ്ധാർത്ഥ് ഇരിപ്പുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ടില്ല. സിദ്ധാർത്ഥ് നീലിമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി എത്തിയതാണ് അവൻ. ഭക്ഷണം കഴിക്കാനായി VIP റെസ്റ്റോറന്റിലേക്ക് യാദൃശികമായി വന്നപ്പോഴാണ് സുധാകരൻ മേനോനൊപ്പം നീലിമയെ അവൻ കാണുന്നത്. അവളെ അവളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണെന്ന് അവളുടെ പെരുമാറ്റത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നീലിമ അവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ സുധാകരൻ മേനോൻ നീലിമയ്ക്ക് നേരെ വൈൻ നിറച്ചൊരു ഗ്ലാസ് നീട്ടി. നീലിമയ്ക്ക് അത് ഇഷ്ടമായില്ല. അവൾ അച്ഛനെ നേർക്ക് വെറുപ്പോടെ നോക്കി. നീലിമ എന്തെങ്കിലും പറഞ്ഞാൽ സത്യങ്ങൾ അറിയുമെന്ന് പേടിച്ച വാസുദേവൻ ആ വൈൻ ഗ്ലാസ് വാങ്ങി. അത് കണ്ട് സുധാകരൻ മേനോൻ അയാളെ നോക്കി ചോദിച്ചു. അതെന്താ, ഇവിടെ വൈനൊന്നും കുടിക്കില്ലേ? അയാളുടെ സ്വരത്തിൽ അനിഷ്ടമുണ്ടായിരുന്നു. സുധാകര, ഞാൻ പറഞ്ഞല്ലോ, അവളെ കൂടുതൽ കൊഞ്ചിച്ച് വളർത്തിയത് കൊണ്ട് വാശി ഇത്തിരി കൂടുതലാ. വൈൻ ഞാൻ കുടിച്ചോളാം, വാസുദേവൻ പറഞ്ഞു. സുധാകരൻ മേനോൻ പിന്നെയൊന്നും പറഞ്ഞില്ല. നീലിമയെ പോലെ ചെറുപ്പക്കാരൻ സുന്ദരിയുമായ ഒരാളെ തനിക്ക് ജന്മത്തിൽ സ്വന്തം ഉറപ്പുള്ളതുകൊണ്ട് ആ വിവാഹം നടക്കുന്നതുവരെ മാന്യമായി പെരുമാറാൻ അയാൾ തീരുമാനിച്ചു. അത് പോട്ടെ, നീലിമ ഇരിക്ക, സുധാകരൻ മേനോൻ പറഞ്ഞു. നീലിമ അയാളോട് സംസാരിച്ചില്ല. അയാൾ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അത് കണ്ട് വാസുദേവന് ഭയങ്കര ദേഷ്യം തോന്നി. സുധാകരൻ മേനോൻ നീലിമയുടെ ശരീരത്തിലേക്ക് വീണ്ടും നോക്കി. അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ അയാളുടെ മനസ്സ് ആഗ്രഹിച്ചു. വഷളം ചിരിയോടെ അവളെ നോക്കി ആസ്വദിക്കുന്നു സുധാകരൻ മേനോനെ സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് അയാളെ ചോരലടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവൻ നീലിമയെ നോക്കി. ആ നീല ഡ്രസ്സിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ സിദ്ധാർത്ഥിന് സാധിച്ചില്ല. അപ്പോഴാണ് സുധാകരൻ മേനോൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത്. നീലിമ ഇരിക്ക, അയാൾ അധികാരത്തോടെ അവളുടെ ശരീരം തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശരീരത്തിൽ അയാൾ സ്പർശിച്ചപ്പോൾ നീലിമയുടെ സകല നിയന്ത്രണവും തെറ്റി. അവൾ ശക്തി അയാളെ പിന്നിലോട്ട് തള്ളി. സുധാകരൻ മേനോൻ ടേബിളിൽ ചെന്ന് വീണു. അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം നിലത്ത് വീണ് പൊട്ടി. എടി അഹങ്കാരി, എന്താ നീ കാണിച്ചത്? വാസുദേവൻ എഴുന്നേറ്റ് നിന്ന് അലറി. മകളെ അയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് പോലും അയാൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന് നീലിമ ടേബിളിൽ ഇരുന്ന് വെള്ളമെടുത്ത് അച്ഛന്റെ മുഖത്തൊഴിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഓടി. പിടിക്കടവളെ, വാസുദേവൻ കൂട്ടാളികളോട് അലറി. അവർ അവൾക്ക് പിന്നാലെ ഓടി. ഇതെല്ലാം കണ്ട സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റു. സുധാകരൻ മേനോൻ അപ്പോഴും വീണെടുത്ത് എഴുന്നേറ്റാൻ വയ്യാതെ പാടുപെടുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നീലിമ നേരെ റോഡിലേക്ക് ഓടി. അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. വാസുദേവന്റെ കയ്യിൽ ഇനി പെട്ടാൽ അടുത്ത നിമിഷം തന്നെ സുധാകരൻ മേനോനുമായി അവളുടെ കല്യാണം നടത്തുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നത്? നീലിമ സ്വയം ചോദിച്ചു. വാസുദേവന്റെ കുണ്ടകൾ തന്നെ അന്വേഷണം നടക്കുന്നത് കണ്ട നീലിമ റോഡിന്റെ അരികിലൂടെ ഓടി. പെട്ടെന്ന് അവൾക്ക് തൊട്ടു മുന്നിൽ വാഹനം വന്നു നിന്നു. തന്നെ പിടിക്കാൻ പുറകെ വന്ന വാസുദേവനാവുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷെ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് സിദ്ധാർത്ഥ് വിഷയമായിരുന്നു. അവനെ അവിടെ കണ്ട നീലിമ അമ്പരന്നു. അവനെ നോക്കി. എന്തു നോക്കി നിൽക്കുക? വണ്ടി കയറും. സിദ്ധാർത്ഥ്. നീലിമ ഒന്ന് മടിച്ചു നിന്നു. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, താങ്ക്സ്. സിദ്ധാർത്ഥിന് അത് കേട്ട് ചിരിയാണ് വന്നത്. ശരി, വേണ്ടത് വേണ്ട, പക്ഷെ എനിക്ക് തന്നെ സഹായിച്ചേ പറ്റൂ. സിദ്ധാർത്ഥ് അതും പറഞ്ഞതുകൊണ്ട് നീലിമയുടെ വലത് കൈ പിടിച്ച് അവൾ വണ്ടിയിലേക്ക് വലിച്ചിട്ടു. വാസുദേവന്റെ ആളുകൾ തന്നെ അന്വേഷിക്കുന്നുണ്ട് നീലിമ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ സിദ്ധാർത്ഥിനെ തടഞ്ഞില്ല. കാർ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴാണ് നീലിമയ്ക്ക് ആശ്വാസമായത്. അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, താങ്ക്സ്, എന്നെ അവരെ നിന്ന് രക്ഷിച്ചതിന്. സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ നോട്ടം കണ്ട് നീലിമയ്ക്ക് വല്ലാത്ത പരിഭവം തോന്നി. അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. സർ, എന്നെ ഇവിടെ എങ്ങനെ ഇറക്കിയാൽ മതി. എന്റെ മകൻ അപകടത്തിലാണ്. എനിക്ക് അവനെ ഉടനെ കണ്ടുപിടിക്കണം. ഇത് പറയുമ്പോഴും സിദ്ധാർത്ഥ് അടുത്തുള്ളപ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് പോലെ നീലിമയ്ക്ക് തോന്നിയിരുന്നു. അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കുമ്പോഴും അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ കൈകൾ ശ്രദ്ധിക്കുന്നത്. നീലിമയുടെ വലത് കൈയിലൊരു മുറിവുണ്ടായിരുന്നു. അതിൽ നിന്ന് നിൽക്കാതെ രക്തം വരുന്നുണ്ട്. അത് കണ്ട് സിദ്ധാർത്ഥ് കൈയെടുത്ത് പരിശോധിച്ച് ഇതെന്ത് പറ്റിയതാ അവളോട് ചോദിച്ചു. അപ്പോഴാണ് നീലിമ അത് ശ്രദ്ധിക്കുന്നത് തന്നെ. അശ്വിന്റെ കാര്യം ഓർക്കുന്നതിനിടയിൽ അവൾക്ക് വേദന പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. സുധാകരൻ മേനോനെ തള്ളിയിട്ട് ഓടിയപ്പോൾ പറ്റിയതാവാമെന്ന് അവൾ ഊഹിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ഇത്ര വലിയ മുറിവുണ്ടായിട്ട് നീ എന്താ പറയാതിരുന്നത്? നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി. തന്റെ കാര്യത്തിൽ അയാൾ എന്തിനാണ് ഇത്ര കരുതൽ കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഡ്രൈവർ, വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിടൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. അയ്യോ വേണ്ട സർ, അതിനുള്ള സമയമില്ല, എനിക്കെന്റെ മോനെ കണ്ടെത്താം, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഒരു തുണി കയറിയെടുത്ത് കൈ കെട്ടിക്കൊടുത്തു. ഇതെല്ലാം ഡ്രൈവർ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. ദേശക്കാരനെ പഴയ സിദ്ധാർത്ഥ് തന്നെയാണോ എന്നും അയാൾക്ക് അത്ഭുതം തോന്നി. ഒന്നും ഉണ്ടാതിരിക്കുമെന്നേ, ആദ്യം ഹോസ്പിറ്റലിൽ പോ, എന്നിട്ട് മതി ബാക്കിയൊക്കെ, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ സുരക്ഷിതമായി മാതാപിതാക്കൾക്കൊപ്പമുണ്ടെന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞില്ല. അതുപോലെ സർ, എനിക്ക് എന്റെ കാര്യമല്ല വലുത്. എന്റെ കുഞ്ഞു വല്ലാതെ പേടിക്കുന്നുണ്ടോ? അവന് ഒറ്റക്ക് നിന്ന് ശീലമില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന് അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി. അവൾ അശ്വിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. നീലിമ ഇരിപ്പുറക്കാതെ അവനെ നോക്കി. സർ, വണ്ടി നിർത്താൻ പറ, അവൾ ആവർത്തിച്ചു. സിദ്ധാർത്ഥ് അത് കേൾക്കാത്ത മട്ടിൽ സീറ്റിലേക്ക് തല ചായ്ച്ചിട്ടു അവളെ നോക്കി. അത് കണ്ട് നീലിമക്ക് ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നീലിമ ആവർത്തിച്ചു.
അവൻ പെട്ടെന്ന് അവളുടെ മുഖം അവന്റെ കൈകൾ കൊണ്ട് പിടിച്ചു. നീലിമ ആകെ വല്ലാതെയായി. സിദ്ധാർത്ഥിന്റെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ തല താഴ്ത്തി. അല്പം മുമ്പ് സുധാകരൻ വീണ് തന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ അവൾ തള്ളിയിട്ടത് അവൾക്ക് ഓർമ്മ വന്നു. പക്ഷെ അവൾക്കിപ്പോൾ സിദ്ധാർത്ഥിനോട് അങ്ങനെ പെരുമാറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളോട് പെട്ടെന്ന് തോന്നിയ എന്തോ അടുപ്പത്തിൽ സിദ്ധാർത്ഥ് പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. നീലിമ മരവിച്ച് നിന്നുപോയി.